ഓർമ്മ പോലും പകുതിയില്ല ചില സമയത്ത്. അതല്ല പറഞ്ഞു വന്നേ, ആ സമയത്ത് പോലെ സ്ഫടികം കണ്ടു. അമ്മ എങ്ങനെയുള്ള ഒരു മോളാണ് ഇത്? അമ്മ പറഞ്ഞാ കേൾക്കുന്ന മോളാണോ ഇപ്പൊ അമ്മയാണോ പറഞ്ഞാ കേൾക്കുന്നത്? ഞങ്ങൾ എന്താ പറയും, അമ്മ വലിയ സിനിമ നമ്മള് നമ്മള് വാങ്ങണല്ലേ നിങ്ങള് സിനിമാക്കാർക്ക് എന്തോ. എന്നെ പ്രസവിച്ച് മമ്മി കിടന്നപ്പോ അമ്മയും വല്യമ്മയും കൂടെ സിംഹാസന സിനിമ കാണാൻ പോയി. ഞാൻ MSc ഫോറൻസിക് സയൻസ് പഠിക്കുന്നത്. ഫോറൻസിക് സയൻസ് അതിനെപ്പറ്റി കാര്യമായിട്ട് ചോദിക്കാം. നടന്നു വരുമ്പോഴത്തേക്കും ആ തുണി ഒന്ന് വിരിച്ചിട്ടേ എനിക്കൊന്നും വയ്യ, നീ മീൻ വിട്ടാ കാണുമ്പോ പണിയെടുപ്പിക്കണം. എൻ്റെ മകള് കാണുവാണല്ലോ എനിക്ക് ഇത്ര ഒരു ഇത് കിട്ടിയതെന്നുള്ള വരുമ്പോൾ എനിക്ക് ദൈവത്തെ ഞാൻ എങ്ങനെയാ നന്ദി പറയണ്ടേന്ന് എനിക്ക് മനസ്സുകൊണ്ട് തന്നെ എനിക്ക് പറഞ്ഞറിയാം. എന്റെ ദേഹത്തും തീവണ്, മോളുടെ ദേഹത്ത് ചായ വീണു, അന്ന് പപ്പ കരഞ്ഞ കരച്ചില്. പക്ഷെ ഒരു ആവശ്യം വരുമ്പോ ഞാനായിട്ട് തന്നെ എന്നെ കാണുന്നോ അതേ ഞാനായിരിക്കും എന്റെ മരണം വരെ. ഹായ് ഹലോ കൗമുദി വ്യൂവേഴ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മമ്മി ആൻഡ് മീ. ഈ മമ്മി ആൻഡ് മീ ഷൂട്ട് ചെയ്യാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബിക്കോസ് നമ്മുടെ മലയാള സിനിമയുടെ പ്രിയപ്പെട്ട സ്മിനി ചേച്ചിയുടെ വീട്ടിലാണ് ഞാനിന്നുള്ളത്. ആൻഡ് നമുക്കിവിടെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ജനറേഷനാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷം ഉള്ളിലേക്ക് പോയി അറിയാം. സ്മിനി ചേച്ചിനെ അറിയാവുന്നവർക്ക് അറിയാം, നമ്മൾ ഏത് പടത്തിൻ്റെ പ്രിവ്യൂ ഉണ്ടെങ്കിലും സ്മിനി ചേച്ചി സ്വന്തമായിട്ട് കാറ് ഡ്രൈവ് ചെയ്തിട്ടാണ് വരിക. അപ്പോൾ സ്മിനി ചേച്ചിയുടെ ഓഡിയോയും ആൻഡ് ഓൾസോ ഇവിടെ വോൾസ്വാഗനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് സ്മിനി ചേച്ചി ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് സ്മിനി ചേച്ചിനെ ഒന്ന് സർപ്രൈസ് ചെയ്ത് കളയാം. വാ. ഹായ് ഹലോ കൗമുദി വ്യൂവേഴ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മമ്മി ആൻഡ് മീ. ഇന്ന് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആക്ട്രസ്സാണ് എൻ്റെ കൂടെ ഉള്ളത്. സോ സ്മിനി ചേച്ചിയാണ് ഇന്ന് എന്നെ ജോയിൻ ചെയ്യുന്നത്. ഇപ്പം ഞാൻ മമ്മി ആൻഡ് മീ എന്ന് പറഞ്ഞു. ഇന്ന് എനിക്ക് മമ്മീസ് ആൻഡ് മീ എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം ഇത് 1, 2, 3 മമ്മീസാണ് എന്നെ ജോയിൻ ചെയ്യുന്നത്. ചേച്ചി നമസ്കാരം. അമ്മച്ചി അമ്മച്ചി നമസ്കാരമൊക്കെ പറഞ്ഞു. സ്മിനി ചേച്ചി, അപ്പൊ സ്മിനി ചേച്ചി തന്നെ ഇവരെ പരിചയപ്പെടുത്ത മീൻസ് അമ്മമ്മ, ഗ്രാൻഡ്മ, അമ്മ, ഇതെന്റെ വല്യമ്മച്ചി. വല്യമ്മച്ചി. ഇത് വല്യമ്മച്ചിയുടെ മോള്. ഇത് അമ്മച്ചിയുടെ കൊച്ചുമോള്. ഇത് പേരക്കുട്ടി അല്ലേ? ഓക്കെ. പേരക്കുട്ടിയുടെ പേര് സാൻഡ്ര. അവിടെ ഉണ്ട് വേറെ കുറച്ച് കൊച്ചുമക്കളൊക്കെ ഉണ്ട്. അവിടെ ഇരിക്കാൻ അവരെ കൂടെ പരിചയപ്പെടുത്തണേ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അവരെ പരിചയപ്പെടാം. അപ്പൊ ഞാൻ സാൻഡ്ര എടുത്ത് വെക്കട്ടെ. സാൻഡ്ര, എങ്ങനെയാ മമ്മ ഒരു സ്ട്രിക്റ്റ് മമ്മ ആണോ അതോ ഒരു കുറച്ച് ഈസി മമ്മ ആണോ? ആള് വേണ്ടടുത്ത് ചൂടാവും, അല്ലേ ഭയങ്കര കമ്പനി ആയിട്ട് നിൽക്കും. അത് ശരി. വേണ്ടടുത്ത് എന്ന് പറയുമ്പോ എവിടെയൊക്കെ ചൂടാവലുള്ളത്? സ്നേഹിക്കുന്നിടത്ത് സ്നേഹിക്കും, കാര്യമുള്ള കാര്യമാണ് വഴക്ക് പറയും, ഇല്ലേ വിടും പോ. ഓക്കെ. അത് ഞാൻ അങ്ങനെ അമ്മേനെ എടുത്ത് ചോദിക്കാം, അമ്മ എങ്ങനെയുള്ള ഒരു മോളാണ് ഇത്? അമ്മ പറഞ്ഞാ കേൾക്കുന്ന മോളാണോ അതോ അമ്മ ഇപ്പൊ അമ്മയാണോ പറഞ്ഞാ കേൾക്കുന്നത്? എന്താ പറഞ്ഞോ? പക്ഷെ എന്നെ എങ്ങനെ പറയേണ്ടതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നില്ല. കാര്യങ്ങൾ വിളിക്കാം, അന്നേരം കാര്യങ്ങൾ സംസാരിക്കാം. അവിടെ ഒരു ഓർഡർ തരാണ്, ആ ഓർഡറിന് അപ്പുറത്തേക്ക് വേറെ ഞങ്ങൾക്ക് ഒരു മറുപടി ഇല്ല. ഇപ്പൊ ചേച്ചിയുടെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ മൂത്ത ആള് അല്ലേ ചേച്ചി. അപ്പം ചേച്ചി ഇപ്പൊ എപ്പോഴും പറയുന്നത്, അതായത് ഒരു മൂത്ത ആള് എന്ന് പറയുമ്പോൾ എപ്പോഴും അവർക്കൊരു ഫാദർ ഫിഗർ ആയിരിക്കും. അപ്പൊ ബാക്കി അനിയത്തിമാരുടെ അടുത്താണെങ്കിലും ഇപ്പൊ ഉള്ളത് അനിയനാണെങ്കിൽ പോലും ചേച്ചി പറഞ്ഞാ അത് പറഞ്ഞതാന്നുള്ളതുണ്ട്. അപ്പൊ അങ്ങനെയാണോ? അനിയത്തിമാരും ഉണ്ട്. അതെ, അനിയത്തിമാരും ഉണ്ട്. അപ്പൊ അത് ചില നമുക്കറിയാലോ, ഒരു ചില പറയേണ്ട കാര്യങ്ങൾ പറയും, അത് കേൾക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഇതല്ല, കറക്റ്റ് ആയിരിക്കും. ഇതുവരെ പറഞ്ഞതൊന്നും തെറ്റിയിട്ടില്ലുണ്ടോ അമ്മേ? ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇപ്പുറം
ആരും അങ്ങോട്ട് അപ്പീൽ പറയത്തില്ല. അതാ ചേച്ചി ദോഷമായിട്ടുണ്ടായിട്ടുണ്ടോ? ഇല്ല, അത് പിള്ളേരാണെങ്കിലും എന്തെങ്കിലും കുസൃതി കാണിച്ചാലും പറയും അണ്ട് അമ്മക്കൊച്ചു വരുന്നുണ്ട്. എന്താ വിളിക്കുന്നത് ഇവിടെ? അമ്മക്കൊച്ചു നാളെ വിളിക്കുന്നത്. അതിനകത്തൊരു കാര്യമുണ്ട്, അമ്മയുണ്ട് കൊച്ചുണ്ട്. രണ്ടും പിള്ളേർക്ക് സ്നേഹവും ഉണ്ട്, പേടിയും ഉണ്ട്, റെസ്പെക്റ്റും ഉണ്ട്. കാരണം അങ്ങനെ പറഞ്ഞു കഴിയുമ്പം അവരും ഒന്ന് മയങ്ങും. പിന്നെ വെള്ളം ഇങ്ങനെ നോക്കി ആകാംക്ഷയോടിരിക്കും. അമ്മ കൊച്ചു വരുന്ന കേൾക്കുമ്പോഴത്തേന് അവരവിടെ വന്നിരുത്തേനും വരുന്ന നോക്കിയിരിക്കും. വന്നാലും കൊള്ളാം, വന്നില്ലെങ്കിലും കൊള്ളാം, രാത്രി ആയാലും കൊള്ളാം, ഒന്ന് അവിടം വരെ എത്തിയാൽ മതി. അങ്ങനെയുള്ള ഞാൻ എപ്പോ വന്നാലും വീട്ടിലും എല്ലായിടത്തും ഓട്ടപ്രദർശനം വെച്ചിട്ടാ ഞങ്ങള് രാത്രിയല്ല ഒരു ട്രാവലിങ് പിള്ളേരെയും കൊണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ മമ്മി എന്നാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ആ മമ്മീനോടും കൂടി കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. അപ്പൊ ഈ അമ്മ മീൻസ് നമുക്ക് ഈ ഒരു ചെറിയ നമ്മളൊരു ചൈൽഡ്ഹുഡ് എന്ന് പറയല്ലോ, വളർന്നു വരുന്ന ആ ഒരു കാലഘട്ടം മുതൽ തുടങ്ങി. അപ്പൊ എങ്ങനെയായിരുന്നു സ്കൂളിലൊക്കെ അത്യാവശ്യം എന്താ പറയാ, ഇപ്പൊ പറഞ്ഞല്ലോ അമ്മ കൊച്ചെന്ന് പറഞ്ഞു. അതെ അതെ അതാണ്. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു ടൈം പീരീഡ്? എങ്ങനെ ഒരു കുസൃതിക്കാരി ആയിരുന്നോ? ആയിരുന്നു. എന്തിനൊക്കെയായിരുന്നു അമ്മ ഓടിച്ചിട്ട് നല്ല അടി കൊടുക്കുന്നത്? എന്തിനായിരുന്നു? അടങ്ങിയിരിക്കത്തില്ല, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഇപ്പൊ എങ്ങനെ ദൂരെ നിൽക്കുകയാണെങ്കിൽ ഞാൻ സ്മിനുവേന്ന് വിളിക്കുമ്പോഴത്തേന് ഓടി എൻ്റെ അടുത്ത് ഞാൻ വിളിപ്പുണ്ടായിരുന്നു, ഞാനിവിടെ ഉണ്ടായിരുന്നേ. പിന്നെ അപ്പനെ സോപ്പിട്ട് കാര്യങ്ങളൊക്കെ കാണാം. ഞാൻ പോലും അറിയത്തില്ല അപ്പനോട് ഓരോ കാര്യങ്ങൾ സാധിച്ചെടുക്കും. ഞാൻ ചോദിക്കും സ്മിനു വേണ്ട, പപ്പ തന്നായിരുന്നല്ലോ എന്ന് പറയും. പപ്പ തന്നു, പപ്പ ഇങ്ങനെ മോളെന്താ പറഞ്ഞാലും എല്ലാം സാധിച്ചു കൊടുക്കും. മറ്റുള്ളവരൊക്കെ വന്ന് എന്ന് പറയും ചേച്ചി കൊണ്ട് മേടിച്ചു, എനിക്കെന്റെ മമ്മ മേടിച്ചു. ചേച്ചിയോട് ഒരു പ്രത്യേക സ്നേഹം അല്ലേ? എപ്പോഴും പറയല്ലോ ഫാദേഴ്സ് ആൻഡ് ഡോട്ടേഴ്സ് ടു ദ ഫാദേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു പ്രത്യേക ഉണ്ട്. പക്ഷെ എന്നാലും മൂത്ത ആള് ചേച്ചിയാണല്ലോ. ആണോ? മുഖത്തൊരു പാട് വന്നോണ്ട് അപ്പം കൊണ്ട് ആശുപത്രിക്ക് കൊണ്ടുപോകും. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങളുടെ മുഖത്തും പാടുണ്ടോ അപ്പാന്. പപ്പ മാത്രല്ല കേട്ടോ, വല്യപ്പച്ചനും അപ്പാപ്പി അമ്മായി കന്യാകുമാരി എന്നൊക്കെ വരുമ്പോ കൊട്ട ജിലേബി അല്ലേ അമ്മച്ചി? കൊട്ട ജിലേബി കൊണ്ടുതരും. എല്ലാം കൊട്ട ജിലേബി നല്ലൊരു അതിന്റെ ടേസ്റ്റ് ഒക്കെ അല്ല. അപ്പാപ്പി അവിടെ പോയിട്ട് വന്നാലും എനിക്കൊരു പുതിയ അപ്പാപ്പി എന്നല്ലാരും വിളിക്കുന്നത്. പിന്നെ ഈ കൊട്ടക്കകത്ത് മറ്റേ കളിക്കുന്ന സാധനങ്ങളില്ലേ, അരകല്ല്, അത് ആട്ടുകല്ലൊക്കെ പോലെ കുഞ്ഞു സാധനങ്ങളെ, അതൊക്കെ എന്നാ പാട്ട് വന്നാലും അപ്പൊ വരുമ്പം എനിക്ക് അങ്ങനെയുള്ള എല്ലാം തടിയടി ഉണ്ടല്ലോ, കഞ്ഞിയും കറിയും കളിക്കാൻ. അപ്പൊ സ്കൂളിലൊക്കെ എങ്ങനെയായിരുന്നു? നന്നായി പഠിക്കുമായിരുന്നു അതോ അപ്പോഴേ സ്റ്റേജിലേക്കായിരുന്നു? അമ്മ ചിരിക്കുന്നേട്ടോ പറഞ്ഞു ചോദിച്ചപ്പോ. പ്രോഗ്രസ് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ല, സ്വല്പം വെള്ളം ഉണ്ടെങ്കിൽ അപ്പനെ കൊണ്ട് ഒപ്പിടിച്ചിട്ട് പോകും. അപ്പം മെല്ലെ പോയിട്ടൊക്കെ സാധിച്ചെടുക്കും. അങ്ങനെയൊക്കെയാണ്. പിന്നെ കുഴപ്പമില്ല. പിന്നെ ഹാൻഡ്ബോള് കളിക്കൊക്കെ പപ്പായ്ക്ക് വല്ല ആഗ്രഹമാണ്, കളിക്ക് വിടുന്നതിന്. പിന്നെ പപ്പ അവരും പിള്ളേർ കൊണ്ട് ഒപ്പിടിക്കും. ഞാൻ പുള്ളിക്കാരിയോട് വലിയ കെയറിങ് ആയിരുന്നു. അപ്പം ഇങ്ങനെ ഇവിടെ കൊണ്ടുനടന്നു. ഇപ്പോൾ വണ്ടി ഇവിടെ ഡ്രൈവ് ചെയ്ത് ആ വണ്ടിയുടെ യാത്ര ചെയ്യണം. ഇരുന്നിട്ടാണ് പോയത്. സിനിമയ്ക്കകത്ത് വരുന്ന അടിയെ കണ്ടാലും പറയും സ്മിനിനെ പോലില്ല. അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര ഇതായിരുന്നു. ഇവളുടെ കാര്യത്തിലൊരു പ്രത്യേക ഒരു സ്നേഹം. പപ്പയായിട്ടുള്ള ബെസ്റ്റ് മെമ്മറീസ് എന്തൊക്കെയാണ്? എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് അതാ ഏറ്റവും കൂടുതൽ. ഞാൻ പപ്പായോട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പനും അല്ല മോളോ എന്നുള്ള എന്തെങ്കിലുമൊക്കെ. പപ്പായ ആണേലും ഇവരെ പപ്പ എന്തെങ്കിലും കാണിച്ചാൽ ചേച്ചി വിളിക്കുമെന്നും പറഞ്ഞോണ്ട്, അനിയത്തിമാരാണേലേ മമ്മിയല്ല. കാരണം എന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ബഴക്കാളിയ ഇത് വന്നല്ല, സ്നേഹം കൊണ്ട് നമുക്ക് അനുസരിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ഒരു ഇതുണ്ടല്ലോ, അത് ഞാൻ പപ്പയുടെ കാര്യത്തിലെ മൊത്തത്തിൽ ഒരുപാട് അതേ ഉള്ളൂ. എന്നെ അദ്ദേഹത്തെ പണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴല്ലേ തീ പൊള്ളിയത്. അപ്പോഴും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് പപ്പായ ആ കരയുന്നത് പപ്പായെ വിളിച്ചോണ്ടാ കരയുന്നത്. സാധാരണ ഒരു കാല് തട്ടിയാലും കൈമുട്ടും എന്ത് വന്നാലും അമ്മ എന്നല്ല വിളിക്കുന്നത്. എനിക്ക് പപ്പായ കാണേന്നും പറഞ്ഞ പപ്പ അന്ന് അവിടെ ഹോസ്പിറ്റലിൽ കിടക്കും. പപ്പ വന്ന് എനിക്കൊരു ഓർമ്മയുണ്ട്. അതേ അവസ്ഥ എന്നിലും എൻ്റെ മോളിലും പപ്പ അനുഭവിച്ചു. എൻ്റെ ദേഹത്തും തീവണ്ട് മോളുടെ ദേഹത്ത് ചായ വീണു. അന്ന് പപ്പ കരഞ്ഞ കരച്ചില് അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട്.
എനിക്ക് തോന്നുന്ന മൂത്ത ആളായത് കൊണ്ട് തന്നെ, അതായത് ഒരു കെട്ടികളുണ്ട് മാല, അത് തന്നെയാണ്. അല്ല അതുകൊണ്ട് ഇതൊന്നും കൊടുക്കണ്ട. അല്ല ഞാൻ അതാ പറഞ്ഞത്, ഇപ്പൊ ചേച്ചി ഇപ്പൊ ഡ്രൈവിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ അതുപോലെ ആണ് ഇരിക്കുന്നത്. ഇപ്പൊ ഹാൻഡ് ബോൾ, അപ്പൊ ആ ടൈമിൽ ഒരു സ്പോർട്സ് ഇവന്റിൽ പോവുക, അതിൽ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പൊ അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ആ ഒരു ഫ്രീഡവും ആ ഒരു സ്പേസും ചേച്ചിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആൺകുട്ടി ഇത് ഞാൻ ഡാൻസ് എനിക്ക് ഡാൻസ് കളിക്കാനും പോവായിരുന്നു. ജില്ലാ തലത്തിലൊക്കെ കളിക്കാൻ പോയിട്ടുണ്ട്, ഡാൻസ് കളിക്കാൻ പോയിട്ടുണ്ട് സ്കൂളിന് വേണ്ടി. അന്നേരമൊക്കെ വിടും, പുള്ളിക്കാരൻ കൂടെ കൂടെ കൊണ്ടുവന്നു, ഒറ്റയ്ക്ക് വിടത്തില്ല. പിള്ളേരെല്ലാം കൂടെ കൂടി അപ്പം അവിടെയും മഠത്തിലും ടീച്ചർമാർക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. അപ്പം അമ്മച്ചാനോട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ സാധിക്കും എന്നതുകൊണ്ട് ഇവർ പറയും, അവരെ കൊണ്ടുപോവുകയും എടുക്കുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു. ഭയങ്കര ഭയഭക്തിയൊക്കെ ഉള്ള മോളായിരുന്നു. പള്ളിയിലൊക്കെ പോയി അങ്ങനെ പ്രാർത്ഥനയൊക്കെ ആയിട്ടുള്ള അങ്ങനെ പ്രഹസനം. എനിക്ക് ഭക്തി ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ വിളിച്ചാൽ എന്റെ വിളി മാതാവ് കേൾക്കുമെന്ന്. പക്ഷെ ആൾക്കാർ കാണിച്ചിട്ടുള്ള ഭക്തി കുറവാ. അതൊരു പ്രഹസനം മാത്രം. മനസ്സില് സത്യമുള്ള ഭക്തി ഇല്ലാണ്ട് പോയി കൈകൂപ്പി കണ്ണടച്ച് നിന്നാലൊന്നും അത് യാഥാർത്ഥ്യമാണ് എന്നും പറഞ്ഞ് ദൈവത്തെ മറന്നുള്ള ജീവിതമല്ല, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടുള്ള ജീവിതമാണ് മാതാവാണ് എൻ്റെ ഏറ്റവും ഇതായിട്ട് ഞാൻ സ്നേഹിക്കുന്നത്. അപ്പൊ ചേച്ചി ഇപ്പം സിനിമയിലേക്ക് വന്നപ്പോൾ ഇപ്പം എന്താ നമ്മളുടെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഫാദർ ഫിഗർ ഉണ്ട്. പക്ഷെ സിനിമ എന്ന് പറയുന്ന ഒരു എന്റർടൈൻമെന്റ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പരിചയങ്ങളൊന്നുമില്ല. അപ്പോൾ പലർക്കും ഇപ്പം നമ്മളുടെ ഫാമിലിയിൽ തന്നെ ഒരു എന്തിനാ സിനിമ, അത് നമുക്ക് പറ്റിയതാണോ അല്ലെങ്കിൽ അങ്ങോട്ട് പോകണോ എന്നൊക്കെ പല ക്വസ്റ്റ്യൻസും നമുക്ക് വന്നിട്ടുണ്ടോ, എസ്പെഷ്യലി നമ്മുടെ ഫാമിലിയിൽ നിന്ന് വന്നിട്ടുണ്ടോ. അപ്പൊ അതിനൊക്കെ എങ്ങനെ ഓവർകം ചെയ്തത്? അതിന് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട്? മമ്മി കട്ട സപ്പോർട്ട് ഉണ്ടായിരുന്നു, എന്റെ മക്കള്, എന്റെ ഹസ്ബൻഡ്, അതാണല്ലോ നമ്മുടെ. ബാക്കിയൊന്നും എന്റെ ഫാമിലി, എന്റെ മോൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇത് എപ്പോഴും ഏത് ലൊക്കേഷനിൽ പോയാലും അത് ഞങ്ങൾക്ക് അറിയാട്ടോ. കാരണം ഏത് പടത്തിന്റെ റിലീസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എവിടെ ഉണ്ടെങ്കിലും ചേച്ചി വരുമ്പോ മോനെ കൊണ്ടാണ് വരില്ല. അപ്പൊ കാരണം അന്നേരം എന്റെ മോൻ എന്റെ കൂടെ ഇങ്ങനെ വരുമ്പോ തന്നെ നമ്മുടെ ആൾക്കാർ എന്റെ കൂടെ നടന്ന് കൊച്ചുങ്ങളുടെ ഭാവി പോകും, ഏതായാലും പഠിത്തം അങ്ങനെ. പക്ഷെ ഇതുവരെ അതൊന്നും ദൈവം സഹായിച്ച പറഞ്ഞില്ല, ദൈവത്തിലുള്ള എന്റെ സ്നേഹവും വിശ്വാസവും ആയിരിക്കും എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി. ഇതുവരെ കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. ഫാമിലിയും നല്ലതായിട്ട് പോകുന്നു. എൻ്റെ കസിൻസ്, ഞങ്ങളെല്ലാവരും, എനിക്ക് ഏറ്റവും ആഗ്രഹം എല്ലാവരും ഒന്നിച്ച് നല്ല രീതിയിൽ പോകുക എന്നുള്ളത്. പിന്നെ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ചിലപ്പോൾ എപ്പോഴും എത്തിപ്പെടാൻ പറ്റിയെന്ന് വരത്തില്ല, അറിയാമല്ലോ. അപ്പൊ അത്രയും ആ ഒരു ഇതുണ്ട്. എന്നും നമുക്ക് എല്ലാവരെയും കെയർ ചെയ്തോ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ ഒരാവശ്യം വരുമ്പം ഈ സ്മിനു അവിടെ ഉണ്ട്. പക്ഷെ എപ്പോഴും ഉണ്ടാവണമെന്നില്ല. പക്ഷെ ആവശ്യത്ത് സമയത്ത് എവിടെ ആണെങ്കിലും ഞാൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സിനിമയിൽ നിന്ന് ലഭിച്ച ഭാഗ്യങ്ങളൊന്നും അറിയത്തില്ല നമുക്ക്. നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ നമ്മൾ വേറൊരു ഫീൽഡിലാണെങ്കിൽ, ഇപ്പോൾ ചേച്ചി ഇപ്പോൾ എനിക്ക് തോന്നുന്ന സൈഡ് ബൈ നമുക്ക് ഫാമിലി വൈസ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതല്ലാണ്ട് സിനിമയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കുറച്ച് ഭാഗ്യങ്ങളില്ല. അതായത് ആൾക്കാരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാന്ന് മാത്രമല്ല, നമുക്ക് എന്താ ഇപ്പം ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പം നമുക്ക് കിട്ടുന്ന ഒരു റെസ്പെക്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെ ഇപ്പോൾ ഒരു ഗസ്റ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് പോകുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റും, നമുക്ക് അവർ നമ്മളെ കാണുമ്പോൾ അവർ കാണിക്കുന്ന ഒരു സ്നേഹമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ അങ്ങനെ വലിയ ഭാഗ്യങ്ങൾ എന്തൊക്കെയാ സിനിമയിൽ നിന്ന്? ഞാൻ അങ്ങനെ എന്തൊരു വലിയ ഒരു സന്തോഷം, എനിക്ക് സന്തോഷമാണ്. ചെല്ലുന്നിടത്തൊക്കെ നമുക്കൊരു സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളൊരു നമ്മുടേതായ സ്വന്തം, അത് സിനിമയെന്നല്ല എന്തോ ആയാലും സ്വന്തമായിട്ടൊരു ഇൻകം ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു ഭയങ്കര ഭാഗ്യം. നമുക്കൊരു ആവശ്യം വരുമ്പോൾ ആരും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ തന്നെ നമ്മൾക്ക് ധൈര്യമായിട്ട് ഓക്കെ പറയാം. വേറെ ഒരു കാര്യം ഒരാൾ എന്നോട് ചോദിക്കുമ്പോൾ നോക്കട്ടെ, ഒന്ന് ചോദിക്കട്ടെ എന്ന് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് ചെയ്യാം, ഞാൻ വരാം എന്ന് പറയാൻ, അല്ല ചെയ്തു എന്ന് പറയാനുള്ള തൻ്റെ ഇടം അല്ലെങ്കിൽ ആ ധൈര്യം ഉണ്ടാകുന്നത് നമ്മുടെ കയ്യിൽ 10 രൂപ നമ്മുടെ കയ്യിൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാകുമ്പോഴാണ്. അതിലും ഞാൻ ഇന്ന് ഹാപ്പിയാണ്. പിന്നെ എല്ലാവരും സ്നേഹിക്കുമ്പം ആ എല്ലാവരുടെയും ആ ഒരു ഇതുണ്ടല്ലോ, ആ സിനിമ കണ്ടിട്ടുള്ള അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഓരോരുത്തർ ഫോട്ടോ എടുക്കാൻ വരുമ്പോഴും ചേർത്ത് പിടിക്കുമ്പോഴും ഒക്കെ അത് ഞാൻ നിന്ന് കൊടുക്കും. ഞാൻ അവരെ ചേർത്ത് പിടിച്ച് ഇതുവരെ ഞാൻ നിന്നിട്ടുണ്ട്. അതെൻ്റെ ഒരു ഭാഗ്യമായിട്ട് തന്നെ കാണുന്നു. അമ്മേനോട് അമ്മയ്ക്ക് ഏതാ സ്മിനി ചേച്ചിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ? സിനിമ കാണലുണ്ടോ? സ്മിനി ചേച്ചിയുടെ സിനിമ തിയേറ്ററിൽ പോയി കാണലുണ്ടോ? കാണിക്കും. ഇഷ്ടപ്പെട്ട സിനിമ അങ്ങനെ ഓർമ്മയുണ്ടോ? എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ?
ജോ ഇഷ്ടമാണ് മറ്റേ ആദ്യം കെട്ടിയോളാണ് വേണ്ടത്. അത് രണ്ടെണ്ണത് ഭാവ. എല്ലാവർക്കും പെട്ടെന്ന് കണക്ട് ആവുന്നത് അതുകൊണ്ടല്ലേ. എന്റെ നാത്തൂൻ തിയേറ്ററിൽ ഇരുന്ന് ചിരിയോട് ചിരിയായിരുന്നു കെട്ടിയോളം. ഇടിയും എന്റെ അടുത്തായിരിക്കുന്നു, എന്നെ കടിക്കുന്നു ഇടിക്കും. ഞാൻ പറഞ്ഞു അടങ്ങി ഇരിക്കും. അയ്യോ ചേച്ചി തന്നെ എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്റെ ആങ്ങളയുടെ ഭാര്യയെ. അപ്പൊ അവളോട് അതൊക്കെ ഞാൻ പറഞ്ഞു. അതേ സ്വഭാവമാണ് കെട്ടിയോള്. ജോലി നിങ്ങളോടൊക്കെ ഉള്ള പോലെ തന്നെ. കാരണം സ്പോർട്സുകാരൊന്നും ആകാൻ പറ്റാത്ത. അതെ അതെ. ഏത് സാൻഡ്രയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ്? ഒരു സീനുള്ളിൽ നടന്നു വരുമ്പോഴത്തേക്കും ആ തുണി ഒന്ന് വിരിച്ചിട്ടേ എനിക്കൊന്ന് വയ്യ, നീ വന്ന് മീൻ വെട്ടാ മത്തിയുടെ കാര്യം പറഞ്ഞു. നീ തുണി വിരിച്ചിട്ടാ പറഞ്ഞിട്ട് കാണുമ്പോ പണിയെടുപ്പിക്കണം. അതൊക്കെ നമുക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഇതൊക്കെ മാത്രമല്ല എല്ലാ പെൺമക്കൾക്കും. അല്ല നാളെ ട്രോള് വരും സിനിമന്റെ മോൾ അത് പറഞ്ഞു. നമുക്കിങ്ങനെ ഞാൻ കേറിയതാണ്. കുക്കിംഗ് അതിനൊരു ക്ലാരിറ്റി നമുക്ക് വരുത്തണം നമ്മൾ വിചാരിച്ചിരിക്കുവായിരുന്നു. അപ്പൊ ചേച്ചി അവിടെ എന്തായിരുന്നു സംഭവിച്ചത്? എന്തോ ഇങ്ങനെ കുക്കിങ്ങിന്റെ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ്. അല്ല ഇതുപോലെ എന്റെ മോളെ കൊണ്ട് ഞാൻ പണിയെടുപ്പിക്കും എന്ന് പറഞ്ഞത്. അപ്പൊ മോനെ കൊണ്ട്, കാരണം മോൻ പുറത്തെ ജോലികൾ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുറത്തെ കാര്യങ്ങൾ ഇന്ന് രാവിലെ 4 മണിക്ക് എണ്ണീറ്റ് പോയത് എന്റെ മോനെ എന്നാ ഷോപ്പിലെ കാര്യങ്ങൾക്ക്. ആ സമയത്ത് എനിക്ക് ഇവളെ എണ്ണിപ്പിച്ചു വിടാൻ പറ്റുമോ? അപ്പൊ അവൻ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് വരുമ്പോ ഞങ്ങൾ ഇവിടെ ഫുഡ് ഉണ്ടാക്കി വെക്കുന്ന ഓരോ എല്ലാം ഇവർ രണ്ടും അങ്ങനെ തന്നെ. ഇവള് ചിക്കൻ എടുത്ത് തന്നെ വറുത്തൊക്കെ ഞങ്ങളില്ലായിരുന്നു, ഞങ്ങൾ പുറത്ത് പോയിക്കായിരുന്നു. അവൻ ചപ്പാത്തി ഉണ്ടാക്കി, ചിക്കൻ വറുത്തത് ഉണ്ടാക്കി, അപ്പനും മോനും കൂടെ അപ്പനും കൊടുത്ത് എല്ലാം രണ്ടുപേർക്കും പണികളെല്ലാം അറിയാം. അത് അറിഞ്ഞിരിക്കണം. നമ്മുടെ സർവൈവലിനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് ചേച്ചി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. അല്ല അന്ന് ഏറി കേറിട്ട് ഇതുങ്ങളെല്ലാം ചിരിയായിരുന്നു. അത് ശരി. ഓക്കെ. സാൻഡ്രയോട് ചോദിക്കട്ടെ. സാൻഡ്രയാണ് നമ്മള് ഇപ്പൊ ചേച്ചിയുടെ കൂടെ ഞങ്ങള് ഇപ്പോഴും മോനെയാണ് കാണുന്നത്. സാൻഡ്ര അത് പുറത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് പഠിക്കുന്നത്, എന്താണ് കാര്യങ്ങളൊന്നും പറയും? ഞാൻ MSc ഫോറൻസിക് സയൻസ് പഠിക്കുന്നത് ദുബായിലാണ്. ദുബായിലെ അമിറ്റി യൂണിവേഴ്സിറ്റിയിൽ. ഓക്കെ. ഫോറൻസിക് സയൻസ് അതിനെപ്പറ്റി കാര്യമായിട്ട് ഫോറൻസിക് സയൻസ് എന്ന് പറയുമ്പോൾ ഈ അതല്ലേ. അപ്പൊ ചേച്ചി ചോദിച്ചില്ലേ മോളെ ഏതെങ്കിലും ഒരു പടത്തിന് കാസ്റ്റ് ചെയ്യാൻ നമുക്ക് ഒരു അതെ. ഞാൻ ഇന്ന് ചേച്ചിയുടെ ഹൈലൈറ്റ് റീലിൽ ഞാൻ കണ്ടു. ഇവരുടെ അതിലൊരു ട്രോൾ ഉണ്ട്. ഇതിലെ ഇവരുടെ ഈ കെമിസ്ട്രി എങ്ങനെ ഇത്ര നന്നായി എങ്ങനെ വർക്ക് ചെയ്യാണ്ടിരിക്കും, മോള് തന്നെയാണല്ലോ ആക്ട് ചെയ്യുന്നത് ഞാൻ കണ്ടു. കെട്ടിയോളാണ്. എനിക്ക് പടം നമ്മൾ കുറച്ചായാലും കണ്ടിട്ട് അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കണക്ട് ആവാൻ വേണ്ടി. അല്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കാം. ഇപ്പൊ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ടല്ലേ? പഠിത്തത്തിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമുക്കെപ്പോഴും സ്വന്തമായിട്ടൊരു ഇതാണ്. സിനിമ ഒരു ഭാഗ്യ പരീക്ഷണം. എൻ്റെ 38ാമത്തെ വയസ്സിലും കണ്ടോ ഞാൻ സിനിമ വന്നത്. അപ്പം ആ ഒരു ഭാഗ്യ പരീക്ഷണം പോലെ അത് വരണ്ടപ്പോ വരും. ബാക്കിയൊക്കെ അല്ലേ ആദ്യം പഠിക്കട്ടെ. ഞാനോ പഠിച്ചില്ല, കുഞ്ഞുങ്ങളെല്ലാം കെട്ടിയുള്ള ലൊക്കേഷൻ രാവിലെ 6 മണിക്ക് എഴുന്നേക്കണം. 6:30 7 മണിക്ക് അവിടെ കൊണ്ട് ഇരുത്തും. രാത്രി 9 വരെ ഭയങ്കര മടുപ്പാ. അപ്പൊ എന്തായാലും നമുക്ക് എന്നാ പഠിത്തം കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിക്കും. അപ്പൊ ചേച്ചി ഈ ഒരു ബ്രേക്ക് എന്ന് പറയല്ലോ, ഇപ്പൊ ചേച്ചി പറഞ്ഞില്ലേ 38 വയസ്സിലാണ് 38 വയസ്സിലാണ് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ എപ്പോഴെങ്കിലും ചേച്ചിയുടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് എനിക്കിങ്ങനെ ഒരു പെർഫോമർ ആവണം, അല്ലെങ്കിൽ സിനിമയിൽ, അല്ലെങ്കിൽ വളരെ ആദർശികമായിട്ട് വന്ന എങ്ങനെ ചിന്തിക്കാനുള്ള ഒരു സിറ്റുവേഷനിലല്ലായിരുന്നു നമ്മുടെ കാര്യങ്ങള്. കാരണം ബിസിനസ് കാര്യങ്ങള് അങ്ങനെ ഒരു ഇതിലേക്ക് വരണമെന്നുള്ള ചിന്തയിലേക്ക് പോയിട്ടില്ല. ഇപ്പം ഓരോ കമന്റ്സ് ചിലതിനകത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് നമ്മള് 10 കഴിഞ്ഞ് സ്കൂള് ഇതെല്ലാം പോയി കഴിഞ്ഞപ്പോ ഓരോ ഫ്രണ്ട്സൊക്കെ പറയും നീ പണ്ട് അങ്ങനെ പറയായിരുന്നു, നീ പണ്ട് ഇങ്ങനെ പറയായിരുന്നു എന്നൊക്കെ പറയുമ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓർക്കുന്നില്ല. ചിലപ്പം ഉണ്ടായിരിക്കാം, ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ഉണ്ടാവാതെ നമ്മൾ ഇവിടം വരെ എത്തില്ലല്ലോ. ഉള്ളിലെത്തിയാണല്ലോ ലക്ഷ്യത്തിലെത്തിക്കുന്നത്. ഇപ്പൊ അതുകൊണ്ട് വാട്സ്ആപ്പ് ഈ 10ലെയും 12ലെയൊക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലെ ഇപ്പത്തെ സ്റ്റാർ ചേച്ചി തന്നെയാണ്. അങ്ങനൊന്നുമല്ല, ഞാൻ സ്റ്റാർ ആണെന്ന് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല. സെലിബ്രിറ്റി ആണല്ലോ. അതെന്താണ് എനിക്ക് ഇപ്പൊ എന്നെക്കാട്ടില് സാലറി മേടിക്കുന്ന ഡോക്ടർ എന്നോട് എല്ലാരും പറയും ഇച്ചിരി ജാടിയൊക്കെ. കഴിഞ്ഞ ആഴ്ച ഇവര് 10ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ റീയൂണിയൻ പോലെ വലിയവനോ ചെറിയവനോ അങ്ങനൊന്നും ഇല്ല. ഒരിക്കലും ഇല്ല. അതിനകത്ത് ഏറ്റവും കൂതറ ഞാനായിരിക്കും അലമ്പുണ്ടാക്കുന്നത്. അതിനകത്ത് ഞാനായിട്ട് തന്നെ എന്നെ കാണുന്നോ അതേ ഞാനായിരിക്കും എന്റെ മരണം വരെ.
അത് നമ്മളിനിപ്പോ എത്ര ഹൈറ്റ്സിലെത്തിയാലും അതങ്ങനെ ഞാൻ ചോദിച്ചിട്ടേ ഒരു എന്നെക്കാട്ടിലും സാലറി മേടിക്കുന്ന ഡോക്ടർമാർ കാണുമായിരിക്കും ലോകത്തെ എന്ന് പറഞ്ഞ അവര് അതല്ല, അതിനകത്തൊന്നും ഒരു കാര്യമില്ല. ഞാൻ അങ്ങനെ ഇതുവരെ എത്തിയിട്ടില്ല. എത്തിയ സുമേഷേ അല്ല, പക്ഷെ ഞാൻ അവർക്ക് പക്ഷെ ഒരു മൊമെന്റ് വരെ വേറെ ഒന്നായിട്ട് അഭിനയിക്കാൻ പറ്റില്ല. ചേച്ചിക്ക് ഡോക്ടർ ആവാം, ഹെഡ് മിസ്ട്രസ് ആവാം, വക്കീലാവാം, എന്തൊക്കെ അല്ലേ അവർക്ക് എന്ത് പറ്റുമോ? എന്റെ ജീവിതം തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ സിനിമയിൽ അഭിനയിച്ചേക്കുന്നത് അടുക്കള. അത് ചേച്ചി എന്റെ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, എടാ ഈ നൈറ്റിന്നൊന്നും പുറത്തിറങ്ങി. പറഞ്ഞതൊക്കെ ശരിയാ, ഡോക്ടറായിട്ടും എഞ്ചിനീയറായിട്ടും ഒക്കെ, പക്ഷെ ഞാൻ ആകെ വക്കീലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഹെഡ് മിസ്ട്രസ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ രണ്ടെണ്ണം ഒഴിച്ച് ബാക്കി എന്ന് അടുക്കളയിലാണ് സ്റ്റോറി. അപ്പൊ അതാ പറഞ്ഞത്, അത് ഞാൻ ഇതിന് മുന്നേ കണ്ടപ്പോ ചേച്ചി പറഞ്ഞിട്ടുണ്ട് ഈ നൈറ്റിന്ന് എനിക്കൊന്ന് പുറത്തിറക്കണം. പക്ഷെ അത് നടന്നു. പക്ഷെ അത് ഏതെങ്കിലും മൊമെന്റില് സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ എങ്ങനെ സിനിമാ നടിയായി എനിക്ക് എവിടുന്നാണ് ഈ കഴിവെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ഫാമിലിയിൽ ആരുമില്ല, ഒരു സ്റ്റേജ് ഷോ നടത്തുന്നില്ലോ, സ്റ്റേജ് പ്രോഗ്രാം അങ്ങനെ നാടകമായിട്ടോ ഒന്നുമില്ല. പക്ഷെ എന്റെ മെമ്മറിയിലുണ്ട്, എന്റെ അമ്മയുടെ കുടുംബത്തിൽ നിന്നാണ് കിട്ടിയേക്കുന്നത്. എന്റെ വല്യപ്പച്ചൻ എല്ലാ സിനിമയും കാണും. എന്നെ പ്രസവിച്ച് മമ്മി കിടന്നപ്പോ അമ്മയും വല്യമ്മയും കൂടെ സിംഹാസനം കൂട്ടുകാരോട് സിംഹാസന സിനിമ കാണാൻ പോയി. പപ്പ മരിക്കുന്നവരെ പറയുമായിരുന്നു അമ്മച്ചി സിനിമയുടെ പ്രാന്താജ്. സ്പടിക എത്ര പ്രാവശ്യം കണ്ടു? വയ്യാതെ അമ്മച്ചി 2 പ്രാവശ്യം കൂടാശിയൊക്കെ കൊടുത്ത് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് പറഞ്ഞു വിട്ടു, ഇനിയും പറ്റില്ല, രക്ഷയില്ലാന്ന് പറഞ്ഞു. അവിടുന്ന് കൊച്ചുമക്കളും മക്കളും എല്ലാരും കൂടെ ഓർമ്മ പോലും പകുതിയില്ല ചില സമയത്ത്. അങ്ങനെ ഒരു നമ്മുടെ വീട്ടില് ഓക്സിജൻ പോലും വെച്ച് കിടക്കാം. എന്നിട്ട് ഓക്സിജൻ സിലിണ്ടറൊക്കെ മാറ്റുന്ന വിളച്ചിൽ സാധനമാ. നമ്മൾ കൈയൊക്കെ കെട്ടിയിട്ടിട്ടൊക്കെ രാത്രിയിലൊക്കെ എന്റെ അനിയത്തി, മമ്മിയുടെ ആങ്ങളുടെ മോള്, അനിയത്തിയുടെ മോന്, ഈ എന്റെ ആങ്ങളുടെ അതെ മമ്മിയുടെ ആങ്ങളുടെ മോളും എന്റെ ആങ്ങളുടെ കൊച്ചുമോനും എല്ലാരും കൂടെ കാവലിരുന്നാണ്. ഒരാൾ 6 മണി വരെ ഉടന്നിരിക്കും, മമ്മി എഴുന്നേക്കുമ്പോ അയാളെ ഉറങ്ങും. അങ്ങനെയായിരുന്നു. കാരണം ഞാൻ ഷൂട്ടോ കാര്യങ്ങളോ ഞാൻ വന്നാലും 1:30-2 മണി വരെ അവിടെ ഇരുന്നിട്ടാണ് ഞാനും തിരിച്ചു പോയിരുന്നത്. ഉണ്ടാവും ആ സമയത്ത് പോലും അതല്ല പറഞ്ഞു വന്നേ, ആ സമയത്ത് പോലും സ്ഫടികം കണ്ടു. കൊച്ചുമോ ഇവിടെ നിന്നില്ലേ ദേവസ്വം അവൻ വെച്ച അമ്മച്ചിനെ ആ സ്ഫടികം ഫുൾ സിനിമ ഇങ്ങനെ ഇരിക്കും ഫോണിനകത്ത്. അമ്മച്ചി ഭയങ്കര സിനിമ അമ്മച്ചിക്ക് ഇപ്പോൾ ഉള്ളത് അത്തിങ്കപ്പള്ളി പോണം. പിന്നെ എവിടെ ആയിരുന്നു കേട്ടോ മോനെ? വീട്ടിലുണ്ട്, പിന്നെ നമുക്ക് കാണാമല്ലോ. സ്ഫടികം കാണും. എനിക്ക് എവിടുന്നാണ് സിനിമയോടുള്ള ഇഷ്ടം തോന്നിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയായിരുന്നു അമ്മച്ചിയൊക്കെ സിനിമ കാണും, അപ്പാപ്പിക്ക് സിനിമ ഭയങ്കര ഇഷ്ടം, അതൊക്കെ ആയിരിക്കും എൻ്റെ ബ്ലഡിലുള്ളതെന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ രക്തത്തിൽ കലർന്നിരിക്കുന്നത് അതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞതാണ്. അതെ. ഇപ്പം ഷാൻ്റെ അടുത്ത് ചോദിക്കുക, അമ്മേൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുക. അതായത് ഇപ്പം അമ്മയ്ക്ക് മകള് ഒരു ആക്ട്രസ് ആണ്, സെലിബ്രിറ്റി ആണെന്ന് സമ്മതിക്കില്ല, എന്നാലും ഞാൻ പറയാണ് ഒരു കൊച്ചു സെലിബ്രിറ്റി ആണ്. അപ്പൊ സെയിം തിങ് സാൻഡ്രയ്ക്കും അങ്ങനെയാണ്. അതായത് അമ്മ ഇതിലേക്ക് അപ്പൊ ആരുടെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും അല്ലേ നമ്മളൊരു ഡിസ്കഷൻ വരുമ്പോൾ നമ്മൾ എന്തായാലും പറയുമ്പോ പറയില്ല, സോ അത് ചേച്ചിയുടെ മോളാണോ എന്ന് ചോദിക്കല്ലോ. അപ്പൊ പറയില്ലേ? അങ്ങനെയാണോ? പറയോ അല്ലെങ്കിൽ പറയില്ലേ? പറയും, ഡെഫിനറ്റ് ആയിട്ട് പിന്നെ അവര് ചിലപ്പോ കണ്ടുപിടിച്ചിട്ടൊക്കെ വന്നിട്ട് ആ മോളാണല്ലേ ഇങ്ങനെ ചോദിക്കും. അമ്മേനെടുത്തോ? ആരെങ്കിലും പോകുമ്പോ നമുക്ക് അവർ വരുന്നൊരു ബഹുമാനം ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ കൂടെ ചെല്ലണം, ആരെങ്കിലും കാണും നമ്മളൊരു ബഹുമാനിക്കും, അപ്പൊ നമുക്കൊരു സന്തോഷമാണ്. അതപ്പോ നമ്മുടെ മോള് കാരണമല്ല നമുക്ക് അങ്ങനെ ഇത് കിട്ടിയത് എന്നുള്ളത്. നമ്മളിപ്പോൾ ഞാൻ പോകാത്ത സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഒരു ആശുപത്രി, കൊച്ചിയിൽ ഒരു ആശുപത്രിയിൽ അവിടെ ചെല്ലുമ്പോൾ അപ്പോൾ എന്നെയും കൊണ്ട് പോയി അവിടെ ചെന്നപ്പോൾ അവരുടെ ആ സ്നേഹവും ബഹവും നമ്മളല്ലാതെയല്ല നമ്മളെ നോക്കിയല്ലോ. അപ്പോൾ അവരുടെ ആ സ്നേഹവും നമ്മളെവിടെ ചെന്നാലും നമുക്കൊരു കസേര അല്ലെങ്കിൽ നമ്മളെ ഒരു ഇതായിട്ട് നോക്കും. അപ്പം നമുക്കതൊരു മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. ഇതൊക്കെ പിന്നെ ഈയിടെ കണ്ണാടി മേടിക്കുമ്പോൾ അവിടെ ചെന്നിട്ട് നമ്മളെ ഇടിമണ്ണിക്കൽ ആ പുള്ളിക്കാരനെ കണ്ടു. അപ്പം ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ കൊണ്ട് വന്ന് ഇങ്ങനെ കഴിവ്. അപ്പോൾ
നമ്മളൊന്നും അവരുടെ മുമ്പിൽ ആരും അല്ല. എന്നാലും അവരുടെ ആ ബഹുമാനം ആ സ്നേഹമാണ് എൻ്റെ മകൾ കാണുവാണല്ലോ എനിക്ക് ഇത്ര ഒരു ഇത് കിട്ടിയതെന്നുള്ള വരുമ്പോൾ എനിക്ക് ദൈവത്തെ ഞാൻ എങ്ങനെയാ നന്ദി പറയണ്ടേന്ന് എനിക്ക് മനസ്സുകൊണ്ട് തന്നെ എനിക്ക് പറഞ്ഞറിയാം. അതുപോലെ ഇതെല്ലാം അവിടെ ഇരുന്ന് ചെയ്യുന്ന വേറെ ആളാണ് എന്റെ പപ്പ. പപ്പനാണ് ഇതെല്ലാം. ഞാൻ എപ്പോഴും അതാണ് എനിക്ക് അതൊക്കെ വലിയ ഒരു എന്തിനും ചെറിയൊരു അഹങ്കാരമാണ്. അല്ല, ചെറിയൊരു അഹങ്കാരം അത് എല്ലാ പാരന്റ്സും ചേച്ചി എന്ത് പറഞ്ഞാലും കുറച്ചൊരു അഹങ്കാരമൊക്കെ പാരന്റ്സിനാവാം. അത് അവരുടെ ഒരു അവകാശമാണ് അല്ലേ? അവകാശം. അതെ അതെ അതെ. ഞാൻ ഇവളോട് മോളോട് പറയുന്നില്ല, ഓ നിനക്കൊക്കെ ആകാമല്ലോ, എന്റെ അമ്മ വലിയ സിനിമ നടിയല്ല, എന്റെ അമ്മയ്ക്ക് ജോലി ഒന്നുമില്ല, എന്റെ അമ്മ ഒരു പാവം ഞങ്ങള് പറയുന്ന നിനക്കൊക്കെ അഹങ്കരിക്കാം. അപ്പൊ ഞങ്ങൾ എന്താ പറയും, അമ്മ വലിയ സിനിമ നടി, നമ്മള് പാവങ്ങൾ, നമ്മള് പാവങ്ങളല്ലേ, നിങ്ങള് സിനിമാക്കാർക്ക് എന്തോ നിങ്ങള് സിനിമ നടിയുടെ മോള്, അതാ ശരി എന്റെ നമ്പറാ, നീയൊക്കെ വല്ല സിനിമ നടിയുടെ മോള്, നമ്മളൊരു പാവം.